ഹലോ, നമുക്കിന്നൊരു മീൻ മുളക് കറി ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ മീൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ച്, എന്നിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പം കടുകിട്ട് പൊട്ടിക്കണം. അത് പൊട്ടി വരുമ്പോഴത്തേക്കും ഉലുവായിട്ട് പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഒരു 10-15 ചുമന്നുള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞത്, ഇത് ഓരോന്നായി ഇട്ട് വഴറ്റിയെടുക്കണം. ശരിക്കും ഞാൻ ചോപ്പ് ചെയ്ത കൂട്ടത്തിൽ 4-5 ചുമന്നുള്ളിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് ഈ കറിക്ക് അത് പോരാ, നമുക്ക് കുറച്ച് ചുമന്നുള്ളി കൂടുതൽ വേണം ഇതിന്. ഒരു 10-15 ഉള്ളിയും കൂടെ നമുക്ക് വട്ടം അരിഞ്ഞെടുക്കണം. പിന്നെ 2 പച്ചമുളകും കൂടി, അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ഇട്ടാൽ നമുക്ക് പെട്ടെന്ന് അത് വാടിക്കിട്ടും. ഇപ്പോൾ ഇത് അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത്രയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടി. ഇപ്പോൾ എൻ്റെ കയ്യിൽ കാശ്മീരി പൗഡർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എരിവുള്ള മുളക് പൊടി മാത്രം ഇട്ട് കൊടുത്തത്. നിങ്ങളങ്ങനെ ഇടുവാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. ഇനി ഇതെല്ലാം കൂടെ ആ എണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഞാൻ നേരത്തെ തന്നെ ഒരു 4 കുടംപുളി വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ആ വെള്ളവുമായിട്ട് തന്നെ ഈ അരപ്പിലോട്ട് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ടു. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ചൂട് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. മീൻ വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളമായിരിക്കണം ഒഴിക്കേണ്ടത്. പിന്നെ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അരപ്പ് നന്നായി തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന മീൻ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. ഈ മീനിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല മീനാണ്. അങ്ങനെ മീനെല്ലാം ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. നേരത്തെ ഉപ്പിട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പിടാം കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ച് കുറച്ച് നേരം നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം കുറുകിയൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഉടനെ തന്നെ എടുക്കണ്ട, അടച്ച് വെച്ച് കുറേ കഴിഞ്ഞിട്ട് എടുക്കാം. ഇത് നമ്മുടെ കറി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പിലൊക്കെ കൂടിയിട്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.